ഇനി നമുക്ക് ഇതുപോലെയുള്ള കുപ്പി പാത്രങ്ങളും കുപ്പിയുടെ ഫ്ലവർ വേസും ഒക്കെ എങ്ങനെയാണ് നല്ല രീതിക്ക് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നത് നോക്കിയാലോ. അതിനായിട്ട് വേണ്ടത് കുറച്ച് വിനാഗിരിയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്തേക്കുന്ന ഉപ്പാട്ടോ. കുറച്ച് വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചതിന് ശേഷം ഇത് നല്ല പോലെ ഒന്ന് നമ്മുടെ ഉപ്പ് അലിഞ്ഞ് കിട്ടണം. അപ്പൊ ആ ഒരു പരുവത്തിന് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പിന് പകരം ബേക്കിംഗ് സോഡ എടുക്കണം എന്നുണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ. പക്ഷെ ഉപ്പ് നമുക്ക് എപ്പോഴും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണല്ലോ, അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത് തന്നെ ഉപയോഗിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതുപോലെയുള്ള നമ്മുടെ ചായക്കറയൊക്കെ നമ്മൾ ചായയൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ഗ്ലാസ്സുകളിലൊക്കെ കറ പിടിക്കാറുണ്ട് അല്ലെ. നമ്മൾ എത്രയൊക്കെ നോക്കിയെന്ന് വെച്ചാലും കറ പിടിക്കാറുണ്ട്. പിന്നെ ഉപയോഗിക്കാതെ മാറ്റി വെച്ചേക്കുന്ന പാത്രങ്ങളാണെങ്കിൽ ചിലപ്പോൾ ഒരു കളറൊക്കെ വന്ന് ഫെയ്ഡ് ആവാറുണ്ട് ഇതുപോലെയുള്ള ചില്ല് പാത്രങ്ങൾക്ക്. അപ്പൊ നമ്മുടെ ഈ സൊല്യൂഷൻ ഇതുപോലെ ഒന്ന് എല്ലാത്തിലും ജസ്റ്റ് ഇതുപോലെ ഒന്ന് നമുക്ക് തേച്ച് വെക്കാം. അതിന്റെ ഉൾഭാഗത്തും പുറമേ ഒക്കെ ഇതുപോലെ ഒന്ന് നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് അതിനുശേഷം ഇത് ചെയ്യേണ്ടത് ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വെക്കണം. ഇതുപോലെയുള്ള നമ്മുടെ ചില്ലിന്റെ ഫ്ലവർ വേസുകളും ഇതേ സൊല്യൂഷൻ വെച്ചിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. നമ്മൾ പൂക്കളൊക്കെ വെച്ചിരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിങ്ങനെ അഴുക്കൊക്കെ പിടിക്കാറുണ്ട് അല്ലെ. ഇങ്ങനെ പോലും പൊടിയൊക്കെ പിടിക്കും. നമ്മൾ കുറച്ച് ഹൈറ്റിലായിരിക്കൂലേ വെച്ചേക്കുന്നത്, അങ്ങനെ പൊടിയൊക്കെ പിടിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള പാത്രങ്ങളും ഇതുപോലെ ഒന്ന് ആദ്യം സൊല്യൂഷൻ തേച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്കിത് മാറ്റി വെക്കണം. അതിനുശേഷം നമുക്കിത് നോർമൽ വാട്ടറിൽ ആദ്യം ഒന്ന് കഴുകിയെടുക്കാം. ഇപ്പൊ നമ്മുടെ ചില്ലിന്റെ ഗ്ലാസ് ഒക്കെ കണ്ടോ, നല്ല പോലെ അതിലുണ്ടായിരുന്ന കറയും എല്ലാം പോയി അല്ലേ. നമ്മള് ഉപയോഗിക്കാതെ മാറ്റി വെച്ചേക്കുന്നതൊക്കെ ഇതുപോലെ എടുത്ത് ഇടയ്ക്കൊന്ന് ചെയ്ത് വെക്കാം കേട്ടോ. അതിനുശേഷം ഞാനിപ്പോ ചെയ്ത നമ്മൾ വിനാഗിരി തേച്ചല്ലേ കഴുകിയത്, അപ്പൊ അതിന്റെ ഒരു സ്മെല്ല് ചിലപ്പോൾ ഗ്ലാസ്സിന് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് മാത്രം നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ഡിഷ് വാഷ് ലിക്വിഡ് വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വാഷ് ചെയ്ത് മാറ്റി വെക്കാം കേട്ടോ. നമ്മൾ ഇത് ചെയ്താലേ നമ്മുടെ കറ പോകുന്നില്ല. നമ്മുടെ ഫസ്റ്റ് മെത്തേഡിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് കറ പോകും. പക്ഷെ ചിലപ്പോൾ നമ്മൾ ചായക്ക് എടുക്കുന്ന പാത്രങ്ങളല്ലേ, വിനാഗിരിയുടെ ഒരു സ്മെല്ല് നിന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇതുപോലെ ഒന്ന് വാഷ് ചെയ്ത് വെക്കുന്നത്. നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഉപയോഗിക്കാതെ വെച്ചേക്കുന്ന ഗ്ലാസ് ഒക്കെ ആണെങ്കിലും മാസത്തിലൊരിക്കലൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് എടുത്ത് അനക്കിയൊക്കെ നോക്കുമല്ലോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് ഉണക്കിയതിന് ശേഷം നമ്മൾ വെക്കുമ്പോൾ ഓരോ പേപ്പർ ഇട്ട് വെക്കുക, ഉള്ളിൽ പേപ്പർ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലാസ്സിനൊന്നും സ്മെല്ല് പിടിക്കത്തില്ല. അതുപോലെ തന്നെ പിന്നെ ഒരവലൊന്നും വരാതെ അടുക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരവലൊന്നും വരാതെ ഇരിക്കും കേട്ടോ. ഞാൻ ഇപ്പൊ നമ്മുടെ ഈ ഗ്ലാസ് വേസും ഇതുപോലെ തന്നെ ആദ്യം ഒന്ന് വെള്ളത്തിൽ കഴുകിയെടുത്തു. അതിനുശേഷം ഞാൻ ഇതിൽ കുറച്ച് ഫ്രഷ് ഫ്ലവർ ആയിട്ട് വെക്കാറുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഡിഷ് വാഷ് ഇട്ടത് ഒന്നുകൂടെ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം വിനാഗിരിയും ഉപ്പൊക്കെ നിന്നാൽ ചിലപ്പോൾ പൂവിന് വാടിപ്പോയാലെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.